മധ്യപ്രദേശിന്റെ രാഷ്ട്രീയം ഇങ്ങനെ നിൽക്കുമ്പോൾ 4 ഘട്ടമായി നടക്കുന്ന വോട്ടെടുപ്പിൽ 2 ഘട്ടങ്ങളിൽ മധ്യപ്രദേശ് വിധിയെഴുതി കഴിഞ്ഞു. ഏപ്രിൽ 19-നും രണ്ടാം ഘട്ടത്തിൽ കേരളത്തിനൊപ്പം 26-ാം തീയതിയും. ഇനിയുള്ള അടുത്ത 2 ഘട്ടങ്ങളിലും 3-4 ഘട്ടങ്ങളിലും മധ്യപ്രദേശ് വിധിയെഴുതുന്നുണ്ട്. നമുക്ക് നോക്കാം മധ്യപ്രദേശിൽ 4 ഘട്ടമായി നടക്കുന്ന വോട്ടെടുപ്പിന്റെ കൂടുതൽ വിശദാംശങ്ങൾ. 4 ഘട്ടങ്ങളിലായി ഏപ്രിൽ 19, 26 2 ഘട്ടങ്ങൾ പൂർത്തിയാക്കി അടുത്ത 2 ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ് 29 ലോക്സഭാ മണ്ഡലങ്ങളുള്ള മധ്യപ്രദേശ്. എങ്ങനെയായിരുന്നു മധ്യപ്രദേശ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വിധി എഴുതിയത് എന്നതുകൂടി നമുക്ക് പരിശോധിക്കാം. നമ്മുടെ ഡാറ്റാ സെന്ററിൽ നിന്നുള്ള അനാലിസിസിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ 2009-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 16 സീറ്റുകൾ മാത്രമാണ് മധ്യപ്രദേശിൽ ഉണ്ടായിരുന്നത്. കോൺഗ്രസിനുണ്ടായിരുന്നു 12 സീറ്റുകൾ. BSPയും അവിടെ സാന്നിധ്യം അറിയിച്ചിരുന്നു 1 സീറ്റുമായി. അങ്ങനെയുണ്ടായിരുന്ന ആ ടാലി എപ്പോൾ മുതലാണ് മാറി തുടങ്ങിയത്, അതെങ്ങനെയാണ് മാറിയത് എന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ ചിത്രം മാറുന്നതിന്റെ ഒരു സൂചകം കൂടിയായി മാറുകയാണ്. 2009 നിന്ന് 2014 വരുമ്പോൾ UPA മാറി, NDA വരുന്നു. NDA വരുന്നതിന് നിർണായക ഘടകമായ സംസ്ഥാനങ്ങളിൽ ഒന്ന് മധ്യപ്രദേശ് ആയിരുന്നു. BJP അവിടെ 27 സീറ്റുകളിലേക്ക് കുതിച്ചു കയറുകയാണ്. 16-ൽ നിന്ന് 27-ലേക്കുള്ള 11 സീറ്റ് കൂട്ടിക്കൊണ്ടുള്ള ആ വളർച്ചയിൽ അവർ കാർന്നെടുത്തത് BSPയുടെ 1 സീറ്റും കോൺഗ്രസിന്റെ ബാക്കിയുള്ള സീറ്റുകളുമാണ്. കോൺഗ്രസ് 2-ൽ ഒതുങ്ങുന്നു മധ്യപ്രദേശിൽ 2014-ൽ. 2019 ആകുമ്പോഴേക്കും വീണ്ടും കഥ മാറുകയാണ്. കോൺഗ്രസിന് ഉയർത്തെഴുന്നേൽപ്പിനുള്ള ശക്തി ഉണ്ടാകുന്നില്ല. കയ്യിലുണ്ടായിരുന്ന ഒന്നുകൂടി പോകുന്ന കോൺഗ്രസിനെ നമ്മൾ കാണുന്നു 2019-ൽ. BJP 28-ലേക്ക് ഉയരുന്നു. കോൺഗ്രസിന് ഒരേ ഒരു സീറ്റ് മാത്രമായി ചുരുങ്ങുകയാണ് 2019-ൽ. ഇനി വോട്ട് വിഹിതം കൂടി പരിശോധിക്കാം. അത് കുറച്ചുകൂടി വ്യക്തമായ ഒരു ചിത്രം നൽകും. വോട്ട് വിഹിതമുണ്ടെങ്കിലും സീറ്റില്ലാത്ത ദുരവസ്ഥയെക്കുറിച്ചുള്ള കൃത്യമായ ചിത്രം. 2009-ലെ വോട്ട് വിഹിതം പരിശോധിച്ചാൽ BJPക്ക് അവിടെയുള്ളത് 43.4% വോട്ടുകളായിരുന്നു. കോൺഗ്രസിന് 40.1% വോട്ട് കിട്ടി. മറ്റുള്ള പാർട്ടികളെല്ലാം ചേർന്ന് സ്വന്തമാക്കിയത് 16.5% വോട്ടുകളാണ്. 2014-ലേക്ക് വന്നാൽ BJPയുടെ വോട്ട് വിഹിതം നേരത്തെ ഉണ്ടായിരുന്ന 43.4-ൽ നിന്ന് 10%-ലധികം 11%-ഓളം ഉയരുന്നതാണ് നമ്മൾ കാണുന്നത്. 54.8%-ലേക്ക് BJPയുടെ വോട്ട് വിഹിതം എത്തുകയാണ്. കോൺഗ്രസിന്റേത് 35.4%-ലേക്ക് താഴുന്നു 40.1%-ൽ നിന്ന്. മറ്റുള്ളവരുടെ വോട്ട് വിഹിതത്തിലും കാര്യമായ വ്യത്യാസം നമ്മൾ കാണുന്നുണ്ട്. 9.8%-മായി അത് കുറയുകയാണ്. അതും BJPയിലേക്ക് പോകുന്നതാണ് അവിടുത്തെ ദൃശ്യം. 2019-ലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി സീറ്റെണ്ണം കൂടുന്നു. 28 സീറ്റുകൾ എന്ന് പറയുമ്പോൾ വോട്ട് ശതമാനത്തിലും കാര്യമായ വർധന അവിടെ ഉണ്ടാകുന്നുണ്ട് BJPക്ക്. 58.5%-മാണ് 2019-ലെ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ BJPയുടെ വോട്ട് വിഹിതം. കോൺഗ്രസിന്റേത് 34.8%-മായി നിൽക്കുന്നു. അതായത് വലിയ തകർച്ച 2014-നെ അപേക്ഷിച്ച് വോട്ട് വിഹിതത്തിൽ ഉണ്ടായിട്ടില്ല കോൺഗ്രസിന് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. മറ്റുള്ളവർക്ക് 6.7%. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് 5 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വർദ്ധിത വീര്യം BJPക്ക് നൽകുന്ന ഒരു വിജയമാണ് അവർ സ്വന്തമാക്കിയത്. അഭിപ്രായ സർവേകൾ പ്രവചിച്ചതിനേക്കാളും അതുക്കും മേലെ നിൽക്കുന്ന വിജയമായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ആകെ 230 സീറ്റുകളുള്ള മധ്യപ്രദേശ് അസംബ്ലിയിൽ 163 സീറ്റുകളിലാണ് BJP വിജയിച്ചത്. കോൺഗ്രസ് 66-ൽ ഒതുങ്ങുന്നു. മറ്റുള്ളവർക്ക് 1 സീറ്റ് എന്നുള്ളതാണ്. വോട്ട് വിഹിതം അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുമ്പോൾ കുറയുന്ന കാഴ്ച നമ്മളിവിടെ കാണുന്നുണ്ട്. കോൺഗ്രസിന് സീറ്റ് എണ്ണം കുറവാണെങ്കിലും വോട്ട് വിഹിതത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ സ്വന്തമാക്കാൻ കോൺഗ്രസിന് അവിടെ കഴിയുന്നുണ്ട്. BJPയുടെ വോട്ട് വിഹിതം 49%. 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് വിഹിതത്തെക്കാൾ കുറവാണത്. കോൺഗ്രസിന് 40.8%. അത് കൂടുതലാണ് 2019-നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. മറ്റുള്ളവരുടെയും വോട്ട് വിഹിതത്തിൽ വർധനയുണ്ട്. 10.2%-മായി ഉയർന്നിരിക്കുകയാണ് BSP അടക്കമുള്ള പാർട്ടികളുടെ ചേർത്തുള്ള വോട്ട് വിഹിതം. ഇനി അറിയേണ്ടത് ഇന്ത്യ മുന്നണി വേഴ്സസ് NDA എന്ന രീതിയിൽ മധ്യപ്രദേശിൽ മത്സരം നടക്കുമ്പോൾ ഇക്കുറി എങ്ങനെയായിരിക്കും കാര്യങ്ങൾ. ചില അഭിപ്രായ സർവേകൾ ഇതിനകം തന്നെ വന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് ABP ന്യൂസ് സി വോട്ടർ അഭിപ്രായ സർവേയാണ്. അഭിപ്രായ സർവേ അനുസരിച്ച് 2019 ആവർത്തിക്കും എന്നാണ് അവർ പറയുന്നത്. BJP 28 സീറ്റിലും കോൺഗ്രസ് 1 സീറ്റിലും വിജയിക്കാനാണ് സാധ്യത എന്നാണ് അഭിപ്രായ സർവേ പ്രവചിക്കുന്നത്. രണ്ടാമത്തെ അഭിപ്രായ സർവേ ഇന്ത്യ TV CNX അഭിപ്രായ സർവേയാണ്. ഇന്ത്യ TV CNX അഭിപ്രായ സർവേയിൽ കോൺഗ്രസിന് വലിയ നിരാശ സമ്മാനിക്കുന്ന ഒരു ഫലമാണ്. BJP മുഴുവൻ സീറ്റുകളിലും വിജയിക്കുമെന്നാണ് അവർ പറയുന്നത്. 29 സീറ്റും BJP തൂത്തുവാരും. കോൺഗ്രസും മറ്റുള്ളവരും സംപൂജ്യരാകും. അതായത് ഇന്ത്യ മുന്നണിക്ക് നിലം തൊടാനാകില്ല മധ്യപ്രദേശിൽ എന്ന് പറയുന്ന ഒരു സർവേ. മൂന്നാമത്തെ സർവേ ടൈംസ് നൗ ETG ഗ്രൂപ്പിന്റേതാണ്. അവരും BJPക്ക് തന്നെയാണ് അവിടെ എഡ്ജ് നൽകുന്നത്. 27 മുതൽ 29 സീറ്റ് വരെ BJP നേടുമ്പോൾ കോൺഗ്രസിന് 0 മുതൽ 2 സീറ്റ് വരെ നേടാനുള്ള സാധ്യതയും തുറന്നിടുന്നുണ്ട് ടൈംസ് നൗ ETG സർവേ. അഭിപ്രായ സർവേകളൊക്കെ മാറ്റിമറിച്ച ഫലങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് ഇന്ത്യയിൽ. അതുകൊണ്ട് തന്നെ ഇക്കുറി എങ്ങനെയായിരിക്കും രാഷ്ട്രീയ കാലാവസ്ഥ എന്ന് നമുക്ക് പരിശോധിക്കാം. ശരത് കെ ശശിയും നോബൽ മാരിക്കാരനും നമുക്കൊപ്പം ചേരുന്നു തത്സമയം വിശകലനങ്ങളുമായി. നമുക്ക് BJP ക്യാമ്പിന്റെ പ്രതീക്ഷയിൽ നിന്ന് തുടങ്ങാം. ശരത് കെ ശശി,
ബി.ജെ.പിക്ക് അഭിപ്രായ സർവേകൾ തന്നെ വലിയൊരു ആധിപത്യം നൽകുന്നുണ്ട്. മധ്യപ്രദേശിൽ പ്രത്യേകിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ കൂറ്റൻ വിജയം അവരുടെ ഒരു പ്രതീക്ഷ അത് മുഴുവൻ സീറ്റും സ്വന്തമാക്കുക എന്നതിലേക്ക് എത്തിക്കുകയാണോ? സുജയ, ബി.ജെ.പിക്ക് കൃത്യമായ മേധാവിത്വം ഉറപ്പിക്കാൻ വേണ്ടി പറ്റുന്ന രാഷ്ട്രീയ കാലാവസ്ഥ തന്നെയാണ് മധ്യപ്രദേശിലുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ നവംബറിലാണ് അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന് വെറും 5-6 മാസം മാത്രമാണ് ആയത്. അപ്പോൾ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ 2023 നവംബറിൽ നടത്തിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വേണ്ടി മാത്രമായിരുന്നില്ല, അതിനേക്കാൾ ഉപരി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൂടി വേണ്ടിയാണ്. ആ ഒരു മേധാവിത്വം തീർച്ചയായും ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഹിന്ദി ഹൃദയഭൂമി സംസ്ഥാനങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഛത്തീസ്ഗഡ്, ബീഹാർ, രാജസ്ഥാൻ ഈ 6 സംസ്ഥാനങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പി നേരിടുന്നത് ഏറ്റവും ദുർബലമായ ഒരു പ്രതിപക്ഷത്തെയാണ്. മറ്റിടങ്ങളിലൊക്കെ തന്നെ പിന്നെയും കുറെ കൂടി ശക്തിയുള്ള പ്രതിപക്ഷമെന്ന് പറയാൻ സാധിക്കും. പക്ഷേ ഇവിടെ മധ്യപ്രദേശിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല സാഹചര്യം. അത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടമായി തന്നെ അവർ വിലയിരുത്തുകയും ചെയ്യുന്നു. കൂടാതെ ഈ 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി.ജെ.പി ആ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ കാര്യത്തിൽ വലിയ മാറ്റം വരുത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. മോഹൻ യാദവിനെ പോലെ പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ മുഖ്യമന്ത്രിയാക്കുന്നു. അതുപോലെ തന്നെ ഉപമുഖ്യമന്ത്രിയായി ദളിത് വിഭാഗത്തിൽ നിന്നൊരാൾ വരുന്നു. അങ്ങനെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഏറ്റവും ഫലപ്രദമായി നടത്തിയ ശേഷം എല്ലാ വിഭാഗക്കാരുടെയും വോട്ടുകൾ സ്വാധീനിക്കാൻ വേണ്ടി പറ്റുന്ന അന്തരീക്ഷം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ബി.ജെ.പി ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് കാണേണ്ടത്. അതുപോലെ തന്നെ 2003 മുതൽ 2024 വരെയുള്ള ഈ കാലയളവിൽ ഏകദേശം ഒരു 20 മാസം മാത്രമാണ് ബി.ജെ.പി സംസ്ഥാനത്തിൻ്റെ അധികാരത്തിന് പുറത്ത് നിന്നിട്ടുള്ളത്. ബാക്കി എല്ലാ സമയത്തും സംസ്ഥാനം ഭരിച്ചത് ബി.ജെ.പി ആണ്. മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൗഹാൻ ആയിരുന്നു മുഖ്യമന്ത്രിയായി ഭരണം നിർവഹിക്കുകയും ചെയ്തത്. ആ കാലയളവിൽ ശിവരാജ് സിംഗ് ചൗഹാൻ എന്ന വ്യക്തി അവിടെ ആർജിച്ചെടുത്തിട്ടുള്ള സ്വാധീനം ചില്ലറയല്ല. അത് ഒരു തരത്തിൽ ഇത്രയും കാലമായി ഭരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് കാര്യമായി ഇല്ല എന്നതാണ് 2024 തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുമുള്ള ഒരു സാഹചര്യം. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധേയമായി കാണേണ്ടുന്ന ഒരു കാര്യം, മറ്റ് എല്ലാ സംസ്ഥാനങ്ങളിലും ബി.ജെ.പി വോട്ട് ചോദിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ്. പക്ഷേ മധ്യപ്രദേശിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാത്രമല്ല ബി.ജെ.പിക്ക് വോട്ടുകൾ ലഭിക്കുന്നതിലെ പ്രധാനപ്പെട്ട ഘടകം. അതിനുമപ്പുറത്തേക്ക് ഒരു നേതാവായി മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൗഹാൻ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശിവരാജ് സിംഗ് ചൗഹാനും മധ്യപ്രദേശിൽ ഒരു വോട്ടുണ്ട്. അത് ബി.ജെ.പിക്കും നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് 4ാം തവണ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ശിവരാജ് സിംഗ് ചൗഹാനെ പരിഗണിക്കാത്ത ഒരു സമയത്ത് പകരം വിദിഷയിൽ നിന്ന് ശിവരാജ് സിംഗ് ചൗഹാൻ മത്സരിച്ച് ലോക്സഭയിലേക്ക് വരട്ടെ, ലോക്സഭയിൽ എത്തുമ്പോൾ അദ്ദേഹത്തിന് വലിയ നിർണായകമായ ചുമതലകൾ നൽകും എന്നുള്ള പ്രഖ്യാപനം സംസ്ഥാനത്ത് നടത്തുന്നതും അതുകൊണ്ട് തന്നെയാണ് ബി.ജെ.പി. ഓക്കെ, ശരത് കെ ശശി, നമുക്ക് കോൺഗ്രസ് ക്യാമ്പിലേക്ക് കൂടി പോകാം. നോബിൾ മാരിക്കാരൻ, കോൺഗ്രസിന് വലിയ പ്രതീക്ഷകളൊന്നും നൽകുന്നതല്ല അഭിപ്രായ സർവേ ഫലങ്ങൾ. പക്ഷേ ഗ്രൗണ്ട് റിയാലിറ്റി വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസ് എത്ര സീറ്റിൽ കണ്ണുവയ്ക്കുന്നുണ്ട് മധ്യപ്രദേശിൽ? സുജയ, കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ രീതിയിൽ തന്നെ പണിപ്പെട്ടാൽ മാത്രമാണ് മധ്യപ്രദേശിൽ ഒരു വിജയം ഉണ്ടാവുകയുള്ളൂ എന്ന് പാർട്ടിക്ക് തന്നെ കൃത്യമായ ധാരണയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കമൽനാഥ് നേതൃത്വത്തിൽ അവിടെ ഒരു സർക്കാർ രൂപീകരിക്കാൻ കഴിയുമെന്നൊക്കെ പ്രതീക്ഷിച്ചെങ്കിൽ പോലും അതൊന്നും ഉണ്ടായില്ല. കനത്ത തിരിച്ചടിയാണ് അവിടെ ഉണ്ടായത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഏറെക്കുറെ മാസങ്ങൾക്ക് ശേഷം നടക്കുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വലിയ പോരാട്ടത്തിൽ തന്നെ കോൺഗ്രസ് തയ്യാറെടുക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും തിരിച്ചടികൾ ഒരുപാട് അവിടെ ഏൽക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് ഇൻഡോറിൽ കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി തന്നെ ബി.ജെ.പിയിൽ പോയ സാഹചര്യം ഉണ്ടായി. അത്തരത്തിൽ വലിയ പ്രതിസന്ധി കൂടി കോൺഗ്രസ് കടന്നു പോവുകയാണ്. ആദ്യഘട്ടമൊക്കെ വലിയ പ്രചാരണത്തിലേക്ക് പോയി ഒന്ന് വലിയ രീതിയിൽ ഒരു മേൽക്കൈ നേടാൻ അത്തരത്തിലൊരു പ്രചാരണത്തിലേക്ക് പോകാൻ വേണ്ടി ഇരുന്ന് ആ തരത്തിലൊരു സാഹചര്യം എത്തിയപ്പോഴായിരുന്നു ഈ ഇവിടുത്തെ ഇൻഡോറിലെ സ്ഥാനാർത്ഥി അദ്ദേഹം അക്ഷയ് കാന്തി ബം പാർട്ടി വിട്ടു പോയത്. അത് തിരിച്ചടിയായിട്ടുണ്ട്. അത്തരത്തിൽ പല തിരിച്ചടികൾക്കിടയിൽ ഒരു തിരിച്ചുവരവിനുള്ള ശ്രമം കോൺഗ്രസ് നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണയാണെങ്കിൽ 2019 ചിദ്വാര മാത്രമാണ്, നകുൽനാഥ് മത്സരിച്ച ചിദ്വാര മാത്രമാണ് കോൺഗ്രസിൻ്റെ കയ്യിൽ അവിടെ ഉണ്ടായിരുന്ന സീറ്റ്. ആ സീറ്റ് നിലനിർത്തിക്കൊണ്ട് തന്നെ കൂടുതൽ സീറ്റുകളിലേക്ക് ഒരു മികച്ച പോരാട്ടം എന്ന് തന്നെയാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. താരപ്രചാരകരായ ഇതൊരു രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയ നേതാക്കളൊന്നും മധ്യപ്രദേശിലേക്ക് എത്തിയിട്ടില്ല എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണെങ്കിലും മധ്യപ്രദേശിൽ ഒരു ഘട്ടത്തിൽ
കമൽനാഥ് പോലും BJP-യിലേക്ക് പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ചർച്ചകൾ ഉണ്ടായിരുന്നു. ഇതാണെങ്കിൽ അതിനൊക്കെ ശേഷം വീണ്ടും കോൺഗ്രസ് അവിടെ സംഘടനാ സംവിധാനം ഒന്ന് ശക്തിപ്പെടുത്തി വീണ്ടും തെരഞ്ഞെടുപ്പിൽ നേടുന്നു. അത്തരത്തിൽ ഒരു മികച്ച വിജയത്തിലേക്ക് പോകുന്ന രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നു. എന്താണെങ്കിലും എത്രത്തോളം വിജയിക്കും എന്നത് കണ്ടറിയേണ്ടതാണ്. കാരണം പല പ്രതിസന്ധി ഘട്ടത്തിലാണ് കോൺഗ്രസ് അവിടെ ഉള്ളത്. അതോടൊപ്പം തന്നെ ഭരണവിരുദ്ധ വികാരം അടക്കമുള്ള കാര്യങ്ങളൊന്നും സംസ്ഥാനത്ത് ഇല്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. പിന്നെ മോദിക്കെതിരായ പ്രചാരണങ്ങൾ മാത്രമാണ് അവിടെ പ്രധാനമായും ഉയർത്തിക്കൊണ്ടുവന്ന് ഒരു പ്രചരണത്തിലേക്ക് കോൺഗ്രസ് പോകുന്നത്. അതോടൊപ്പം തന്നെ ജാതി സെൻസസ് അടക്കമുള്ള വിഷയങ്ങളും അവിടെ ഉയർത്തുന്നുണ്ട്. പക്ഷേ എത്രത്തോളം പ്രതിഫലിക്കും എന്ന ആശങ്ക കോൺഗ്രസ് ക്യാമ്പിൽ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, നോബിൾ മാരിക്കാരനും ശരത് കെ ശശിയുമാണ് ഇപ്പോൾ മധ്യപ്രദേശിന്റെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തിയത്.